എന്താണ് റിലയൻസ് കമ്പനിക്ക് അമേരിക്ക കൊടുത്ത പണിഷ്മെൻ്റ് അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ ഈ പറയുന്ന അഡാനിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചില ലീഡേഴ്സിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചത്, അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ പറയാത്തത് റിലയൻസ് ഗ്രൂപ്പിനെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വെറുതെ വിട്ടു എന്ന് ചോദിച്ചു. അതാണ് കൃത്യമായ ഉത്തരവെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് റിലയൻസ് ഗ്രൂപ്പ് ടെക്സാസിൽ ഏകദേശം 300 ബില്യൺ 25 ലക്ഷം കോടി രൂപ ഇന്ത്യൻ കറൻസി അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് റിഫൈനറിയുമായിട്ട്? പണിഷ്മെൻ്റ് അത് കൊടുത്തത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സാങ്ഷൻ ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഈ ട്രേഡ് ഡീല് നടക്കുന്നത്. അമേരിക്ക പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും. അതായത് ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ, അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്കയിൽ 500 ബില്യൺ, ഏകദേശം 500 ബില്യൺ വരുമ്പോൾ എത്ര ആയി? ഏകദേശം 40 ലക്ഷം കോടി ഇൻവെസ്റ്റ് ചെയ്യും. ആലോചിക്കണം, ഇത് ചെറിയ സംഭവമല്ല. 40 അല്ല, ഏകദേശം 55 ലക്ഷം കോടി ഇന്ത്യ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അതിൻ്റെ കഥയൊന്നും ആൾക്കാർക്ക് അപ്പോഴറിയത്തില്ലായിരുന്നു. ഇപ്പൊ ക്ലാരിറ്റി കുറച്ചും കൂടെ കൃത്യമായിട്ട് വരികയാണ്. റഷ്യൻ ക്രൂഡ് മേടിച്ചതിന് അമേരിക്ക കൊടുത്ത പണിഷ്മെൻ്റ് ആണ് ഇന്ത്യ ഗവൺമെൻറ്റിന്. പ്രത്യേകിച്ച് റിലയൻസിനെ അങ്ങ് കൊടുത്തു. റിലയൻസിൻ്റെ തലയിലോട്ട് വെച്ച് നരേന്ദ്രമോദി കൊടുത്തു. ബാക്കി ഇന്ത്യ ഗവൺമെൻറ് സഹായിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലാക്കുക, ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ചിനകത്ത് ഏകദേശം 300 ബില്യൺ 25 ലക്ഷം കോടി പണിഷ്മെൻ്റാണ്. അവിടെ പോയി ഏകദേശം 1.5 ലക്ഷം പേർക്ക് അമേരിക്കയിൽ ജോലി ഉണ്ടാക്കി കൊടുക്കണം. പണിഷ്മെന്റ്. ഇതാണ് സംഭവം. അപ്പൊ ചോദ്യം, അമേരിക്കൻ ട്രേഡ് ഡീലോ അമേരിക്ക എടുത്ത് പോയി ഇന്ത്യ സറണ്ടർ ചെയ്തോ അതോ നരേന്ദ്ര ഭയങ്കര സംഭവമാണോ? എൻ്റെ ചോദ്യം സിമ്പിളാ. അല്ലെങ്കിൽ ഈ പറയുന്ന റിലയൻസിനെ കയറി പിടിച്ചു, അഡാനിയെ കയറി പിടിച്ചു. ഇതാണ് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറയുന്നത്. അമേരിക്കൻ ഡിപ്ലോമസി നിങ്ങൾ പഠിച്ചിരിക്കണം. അത് വളരെ ക്രൂഷ്യലാണ്. അവൻ വെറുതെ വിടത്തില്ല ഒരാളെയും. അവൻ 10 രൂപ മുടക്കിയാൽ അവൻ അറിയാം. അതായത് 100 രൂപ ഇന്ത്യയിൽ മുടക്കിയാൽ അവന് കൃത്യമായിട്ടറിയാം അത് 150 ആക്കി മേടിക്കാൻ. അതിൻ്റെ പലിശയുടെ അപ്പുറം അതിൻ്റെ അപ്പുറം അവനാക്കി മേടിക്കും. അമേരിക്കൻ ഡിപ്ലോമസി ഇത് ലോകം മുഴുവൻ അവർ പ്രയോഗിക്കുന്നതാണ്.